ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും അപ്പോൾ സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമുക്ക് ഒരു മത്തങ്ങ കറി വെച്ചാലോ? അതിനു വേണ്ടി ഞാൻ വളരെ കുറച്ച് മത്തങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് നന്നായി തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. നമുക്കാദ്യം മത്തങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കതിനെ ചെറിയ ക്യൂബാക്കി മുറിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് എടുത്തേക്കുന്ന ഈ മത്തങ്ങ ഏകദേശം 1.25 കപ്പാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായി കഴുകി ക്ലീനാക്കി എടുക്കാം. ആദ്യം കഴുകി വൃത്തിയാക്കിയ ഈ കഷ്ണങ്ങൾ നമുക്കൊരു കറിച്ചട്ടിയിലിട്ട് കൊടുക്കാം കേട്ടോ. ചട്ടി തന്നെ വേണമെങ്കിൽ വേറെ ഏത് പാത്രമാണെങ്കിലും കുഴപ്പമില്ല. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 കറിവേപ്പില, 1 കപ്പ് വെള്ളം, അതിലേക്ക് ഒരു കാര്യം നമ്മൾ വിട്ടുപോയി, 2 ചെറിയുള്ളി ചതച്ചത്. ഇത്രയും ഇട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിലാക്കി വെക്കുക. ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഒരു മിക്സിയുടെ കപ്പിലേക്ക് 1 കപ്പ് തേങ്ങ, 2 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 ചുവന്നുള്ളി, ചെറിയുള്ളി, പിന്നെ നമ്മുടെ എരിവിനാവശ്യമുള്ള മുളക്. പച്ചമുളക് ഇടുന്നെങ്കിൽ ഒരു 2-3. ഞങ്ങളുടെ പച്ചമുളകില്ലാഞ്ഞൊരു കാന്താരിയായിട്ട് ഇട്ടേക്കുന്നത്. അത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പം ചട്ടിയിലായതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പം നമുക്കിത് നന്നായിട്ടങ്ങ് ഉടച്ചെടുക്കാം. നമ്മുടെ കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി കൂടിയാണ് കേട്ടോ ഇങ്ങനെ ഉടച്ചെടുക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിലേക്ക് വെള്ളം ചേർക്കണം. ഞാനിപ്പോൾ മിക്സിയുടെ ഈ ജാറൊന്ന് കഴുകി ഒഴിക്കുന്നുള്ളൂ. അപ്പോഴത്തേക്കും നല്ല ആവശ്യത്തിനുള്ള ചാറായിട്ടുണ്ട് കേട്ടോ. അരപ്പിട്ട് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ചൂടായി മതി കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാൻ വേണ്ടിയുള്ള ചീനിച്ചട്ടി അതിലേക്ക് വെക്കാം. ചീനിച്ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഒരു 3-4 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, ഇത് രണ്ടും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാമേ. ഇതിലേക്ക് 1-2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 വറ്റൽമുളക് കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ മുമ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മത്തങ്ങ കറിയിലേക്ക് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഇപ്പം തന്നെ നല്ല മണം കേട്ടോ വരുന്നത്. അപ്പം നല്ലൊരു മത്തങ്ങ കറിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നമുക്ക് ഓണത്തിനൊക്കെ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എല്ലാവരുടെ അഭിപ്രായം പറയണം. ഓക്കെ, ബൈ, താങ്ക് യു.